Welcome back to Unit Taste Ashwamedham, powered by Oxygen, the digital expert. Pankaj Kasturi, Breathe Easy in association with MyG and Pothys. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി മൂവാറ്റുപുഴ എബനീസർ സ്കൂളിലെ പ്രഗത്ഭമായ രീതിയിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങളൊക്കെ തന്നെ ഹൃദിസ്ഥമാക്കിയ ആ മിടുക്കിയെ സാരംഗിയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സാരംഗി, വാക്കിൻ. ഹലോ മോളെ. സാരംഗി, പറയൂ സർ. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1 കൊമേഴ്സ്. +1 കോമേഴ്സ്. അതെ. എന്തൊക്കെയാണ് സാരംഗിയുടെ ഇഷ്ടങ്ങൾ? ഞാൻ പടം വരയ്ക്കാറുണ്ട്, പിന്നെ വായന, ചെറുതായിട്ട് എഴുത്ത്, അത്രയാണ് ഉള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയാണ് വായിക്കുമ്പോൾ? ഞാനിപ്പോൾ പുതിയതായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു എഴുത്തുകാരി എന്ന് പറയുന്നത് ലെയ് ബാർഡുഗോ ആണ്. ഒരു ഫാൻറ്റസി എഴുത്തുകാരിയാണ്. അപ്പോൾ ലെയ് ബാർഡുഗോയുടെ ഒരു 6 of Crows എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാവുന്ന ആ എഴുത്തുകാരിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൈം ഫിക്ഷനിലെ ക്യാരക്ടർ ആരാണ്? ക്രൈം ഫിക്ഷനിലെ ക്യാരക്ടർ ഹെർക്യൂൽ പോയ്റോട്ടാണോ? അല്ല, അതും ഞാൻ ഇതിലെ ക്യാരക്ടർ തന്നെ പറയുകയാണ്. കാസ് ബ്രക്കർ, ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഹൈസ്റ്റ് ബേസ്ഡ് ഇതാണത്. അപ്പോൾ ഈ തലസ്ഥാനങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വന്നത് ഏത് വർഷം മുതലാണ്? അത് കൊറോണ വന്ന സമയത്ത് ഞാൻ കൊറോണയായി ക്വാറന്റീനിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബോറടിച്ചത് കാരണം, വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം അത് മറിച്ച് നോക്കിയപ്പോൾ പുറകിൽ കുറേ ഈ രാജ്യങ്ങളുടെ തലസ്ഥാനം ഉള്ള കാരണം അങ്ങനെ പഠിച്ചതാണ്. സ്കോപ്ചെ എന്തിൻ്റെതാണ്? നോർത്ത് മാസിഡോണിയയുടേതാണ്. പെട്ടെന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് സന്തോഷത്തിന് വേണ്ടി ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാം, തലസ്ഥാനം കണ്ടുപിടിക്കാം. വേണോ? നോക്കാം, പക്ഷേ എനിക്കത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കൊനാക്രി, എനിക്കും തോന്നുന്നു ഇക്വറ്റോറിയൽ ഗിനിയയോ മറ്റോ ആയിരിക്കും. ഗിനിയ ആയിരിക്കും. യർവുണ്ടേ കാമറൂണാണ്. മിടുക്കിയാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിക്കണം, ഓർമ്മയിൽ ശേഖരിക്കണം. ഓൾ ദ ബെസ്റ്റ്. ആദ്യത്തെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട സാരംഗിയോടൊപ്പം നമ്മൾ പ്രവേശിക്കുന്നു. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. സാരംഗിക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരാളാണ്, പക്ഷേ ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. ആ ശരി, അടുത്ത ക്ലൂ വേണം. അടുത്ത ക്ലൂ. सखी वे मुझसे कह कर जाते, मुझसे कह कर जाते. ആ വരികൾ ഒന്നുകൂടെ കേൾക്കണോ? വേണ്ട സർ. മൂന്നാമത്തെ സൂചന. ഒരു ക്ലൂ ഇല്ല സർ. എൻ്റെ വീട്ടിൽ, അതെൻ്റെ വീട്ടിൻ്റെ പെരുമ കൊണ്ടൊന്നുമല്ല, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ തന്നതാകാം. എൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടെത്തേണ്ട ആളൊരു ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു 30 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ വേറൊരു വീട്ടിൽ പോയപ്പോൾ അവിടെയും കണ്ടു ഒരു 10-50 എണ്ണം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, ഇതാ ട്രെൻഡ് എന്നാണ് പറഞ്ഞത്. ശരി, അടുത്തത് നോക്കാം. അടുത്ത ക്ലൂയിലേക്ക് പോവാം. സർ. ഇത് ഒരു സ്ഥലത്തിൻ്റെ വീഡിയോയാണ്. നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്തിൻ്റെ വീഡിയോയാണ് ഈ കണ്ടത്. നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്തിൻ്റെ വീഡിയോയാണ് ഈ കണ്ടത്. എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. അഞ്ചാമത്തെ ക്ലൂയിലേക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണമാണത്. മിസസ് ഗാന്ധി ആണ്, പൊഖ്രാനാണ് സ്ഥലം. ഈ അണുപരീക്ഷണത്തിന് ഒരു കോഡ് നെയിം ഉണ്ടായിരുന്നു. ആരോ ചിരിച്ചെന്നോ മറ്റോ ആണ് ആ കോഡ് നെയിം. സാരംഗി കണ്ടെത്തേണ്ട
വ്യക്തിയുടെ അച്ഛൻ്റെ പേര് ശുദ്ധോദനൻ എന്നായിരുന്നു. മകൻ്റെ പേര് രാഹുലൻ എന്നാണ്. ലുംബിനി, നേപ്പാൾ, ഇന്നത്തെ നേപ്പാളിലുള്ള ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. കപിലവസ്തു. സിദ്ധാർത്ഥ രാജകുമാരനാണ്. സിദ്ധാർത്ഥ രാജകുമാരൻ എന്നത്ര ബുദ്ധിമുട്ടി പറയട്ടെ, അദ്ദേഹത്തിന് നമ്മൾ അറിയുന്ന പേര് പറഞ്ഞോളൂ. ബുദ്ധ. ബുദ്ധനെ കുറിച്ചല്ലേ? ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയുടെ കുശിനഗരത്തിൻ്റെ, ബുദ്ധന്റെ അന്ത്യയാത്രാ കേന്ദ്രമായ കുശിനഗരത്തിൻ്റെ എന്താണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന്റെ ടൈറ്റിൽ? പറയൂ. ബുദ്ധൻ ചിരിക്കുന്നു അല്ലേ? ബുദ്ധ സ്മൈൽസ്. ശരി. അപ്പോൾ ശ്രീബുദ്ധൻ ഇത്ര പ്രയാസമുള്ള കാര്യമാണോ? അല്ല, അല്ലേ? ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും പ്രശസ്തനായ ഒരു ഇന്ത്യക്കാരനെ തരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീബുദ്ധന്റെ പേര് തന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പ്രശസ്ത. പക്ഷെ അങ്ങനെ ഒരു ഇതിലായിട്ട് ഞാൻ ചിന്തിച്ചില്ല. അതൊരു ഈ ഒരു കാലഘട്ടം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. eligible to take part in Ashwamedham for a cash prize of rupees 10,000. All the best. Thank you, sir. Anisha, please. All the best. Approved, sir? Approved. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. സാരംഗി വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അല്ല. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. സ്പോർട്സ്? അല്ല. 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 50-ൽ താഴെ പ്രായമാണ്, പക്ഷേ സ്പോർട്സ് അല്ല, യൂറോപ്യനാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ? അല്ല. ഹോളണ്ട്, ഓസ്ട്രിയ, ബെൽജിയം, ഫിൻലാൻഡ്? ഇതിലൊന്ന്? നെതർലാൻഡ്സ് ആണ്. രാഷ്ട്രീയം, കലാസാഹിത്യം, ഇതിലൊന്നാണോ പ്രധാനം? പോളിറ്റിക്സ്, ആർട്സ്, ലിറ്ററേച്ചർ? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഒരു വനിതകളുടെ വിമോചനത്തിനു വേണ്ടി പോരാടുന്ന ഒരു റവല്യൂഷണറി, മതപരമായ നിരാസത്തിനെതിരെ, റിലീജിയസ് ആയ എന്താ പറയുക, കൺവെൻഷണൽ ചലഞ്ചുകൾക്കെതിരെ സമരം ചെയ്യുന്ന ഒരാൾ, ഇതിലൊന്നാണോ? അല്ല. അല്ല. അപ്പോൾ കേജറ്റ് വിർജിനിലോട്ടൊന്നും പോകണ്ട. ഞാൻ ഹോളണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്നത് അങ്ങനെ ഒരാളാണ്. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഇതിലൊന്ന്? സയൻസ് ഓർ സോഷ്യൽ സയൻസ്? അല്ല. പ്രധാനം അതല്ല. ഒരു താല്പര്യ മേഖല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ആ വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണം? അല്ല. 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 ഉറപ്പാണ്? ഉറപ്പാണ്. പ്രൊഫഷണൽ? അതെ. ജേർണലിസം, മീഡിയ? അല്ല. പക്ഷേ അത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലാന്ന് പറഞ്ഞു. ആ പ്രൊഫഷൻ ശാസ്ത്രമല്ല പ്രധാനമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അതുപോലെ സാഹിത്യമല്ല എന്ന് പറഞ്ഞു, രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞു, കലയല്ല എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഒരു അതിനകത്ത് ചെറിയൊരു ഇത് കണക്ഷൻ. പ്രൊഫഷണൽ ആർട്ടാണോ കലയാണോ? പ്രൊഫഷണൽ ആർട്ടാണോ? പ്രൊഫഷണൽ ആർട്ട്? അതെ, പ്രൊഫഷണലിൽ കൊണ്ടുവരാം. അല്ല സർ, കല, ആർട്ടിൽ പെർഫോമിംഗ് ആർട്ടുകളുണ്ട്. നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. പെർഫോം ചെയ്യുന്ന കലാരൂപങ്ങളുണ്ട്. ക്രിയേറ്റീവ് ആർട്ട് ഉണ്ട്. ക്രിയേറ്റീവ് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചിത്രരചന ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. അതൊരു പെർഫോമറല്ല, ഒരു ക്രിയേഷനാണ്, ശില്പം. അതുപോലെ പ്രൊഫഷണൽ ആർട്ടുകളുണ്ട്. പ്രൊഫഷണൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ക്യൂളിനറി, പാചകകല ഒരു പ്രൊഫഷണൽ ആർട്ടാണ്. ഡിസൈനിങ് ഒരു പ്രൊഫഷണൽ ആർട്ടാണ്.
ആർക്കിടെക്ചർ, ഇഫ് ഇറ്റ്സ് എൻ ആർട്ട്, സാങ്കേതികതയോടുകൂടിയുള്ള ആർക്കിടെക്ചർ അല്ല, അല്ലാതെയുള്ള ആർക്കിടെക്റ്റ്, അതെല്ലാം പ്രൊഫഷണൽ ആർട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ ആർട്ടാണ്. അപ്പോൾ കലയാണ് പ്രൊഫഷണൽ. അല്ല, ഷീ ഈസ് റൈറ്റ്. നോക്കാം. അത് വ്യൂ ഫ്രണ്ടാണ്. അതെ. രണ്ടുപേരുടെ നമുക്ക് തിരിക്കാം, അങ്ങനെ നോക്കാം. ഇപ്പം പാചകത്തെക്കുറിച്ച് ചിലപ്പോൾ എനിക്ക് കല എന്ന് പറയാനാണ് ഇഷ്ടം, പാചക കല എന്ന് പറയുന്നതാണ്. അതുപോലെ കറക്റ്റായിട്ട് നോക്കുമ്പോൾ പ്രൊഫഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഫാഷൻ ഇൻഡസ്ട്രിയാണ്. അതെ, ആണ്. യെസ്. 16 ചോദ്യങ്ങൾ രാജസൂയം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കണ്ടംപററിയായി ഏറ്റവും കൂടുതൽ റവല്യൂഷണറൈസ് ചെയ്ത മാറ്റങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണോ? വൺ ഹു വർക്ക്സ് ഫോർ ചേഞ്ചസ്? അതെ, ആണ് സർ. യെസ്. ഹാർട്ടെ കോഷയിൽ അവരുടെ സജീവമായ ഇൻവോൾവ്മെൻറ്റ്, പങ്കാളിത്തം ഉണ്ടായിരുന്നു? ഉണ്ട്. ഈ പറയുന്നത് ശരിയാണ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ദ ചേഞ്ചിങ് വുമൺ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഡിസൈനർമാരിൽ ഒരാളാണ്. വൺ ഹൂ ഈസ് ഫോർ ചേഞ്ചസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളുണ്ട്. മാറ്റങ്ങൾ അത് കൺഫേം ചെയ്യാം. നോക്കാം നമുക്ക് വെദർ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ 3D ഡിസൈൻസ്. 3D ഡിസൈൻസിൽ പ്രധാനമായ സംഭാവനകളുണ്ടോ അവരുടെ? ഉണ്ട്. ഒരാളല്ല, ചേഞ്ചുകളുടെ ദ വൺ ഹൂ ഈസ് ട്രൈങ് ഫോർ ചേഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ പേര് തന്നെയാണ്. ആണ്. പിന്നെ എന്നോട് ഒരാളാണെന്ന് പറഞ്ഞത് എന്താ? പല ആളുകളും ഉണ്ടല്ലോ അവിടെ, പക്ഷെ അതിൽ ഒരാളായി വരുന്നു, ഒരാളായിട്ട് പറയാലോ. അല്ല, കണ്ടംപററി വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരല്ലേ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരല്ലേ? Whether she has made designs for the great Jennifer Lopez show. ജെന്നിഫർ ലോപ്പസിന് വേണ്ടി പ്രശസ്തയായ ജെന്നിഫർ ലോപ്പസിന്റെ ഡിസൈൻസ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സർ, ക്വസ്റ്റ്യൻ വിടാം. യെസ്, ചെക്ക് എടുക്കാം. ഞാൻ മനസ്സിൽ വിചാരിച്ച ആളാണെങ്കിൽ ജെന്നിഫർ ലോപ്പസിനെ കുറിച്ച് ചോദിച്ചാൽ എസ് എന്നൊരു ഉത്തരം എനിക്ക് കിട്ടണം, അപ്പോഴേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്ലെങ്കിൽ ശരി, എന്നാൽ ആ ക്വസ്റ്റ്യൻ പകരം മറ്റൊരു ചോദ്യം ചോദിക്കാം. Has she won international awards like the Anthem Prize? ഉണ്ട്. ഇനിയിപ്പോൾ അത്ര ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കൺഫർമേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്കിൽ, എൻ്റെയും സാരംഗിയുടെയും കണ്ണുകളിൽ അവരുണ്ടോ? മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ, വെരി സിമ്പിൾ. എൻ്റെയും സാരംഗിയുടെയും കണ്ണുകൾക്കുള്ളിൽ അവരുണ്ടോ എന്നാണ്. ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ലിറ്ററലി അല്ല. അല്ല, ഉണ്ട്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാത്രമല്ല, അവരുടെയൊക്കെ കണ്ണുകൾക്കുള്ളിലുണ്ടോ? ഉണ്ട്. നമ്മുടെ കണ്ണുകളിൽ എന്തുണ്ട്? കണ്ണുകളിൽ പീപ്പിൾ ഉണ്ടല്ലേ. പിന്നെന്തുണ്ട് കണ്ണുകളിൽ? കോർണിയുണ്ടോ? പിന്നെന്താ കണ്ണിലുള്ളത്? സാർ തന്നെ പറഞ്ഞാൽ അതെന്താ? കണ്ണിലെന്തുണ്ടെന്നൊരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? റെറ്റിനോയിഡ് ഉണ്ട്. റെറ്റിന ഉണ്ടെന്നാ റെറ്റിന, കണ്ണില് സാരംഗിയോട് ഞാൻ ചോദിച്ചു കണ്ണിലെന്തുണ്ട്? പീപ്പിൾ ഉണ്ട്, കോർണിയുണ്ട്, പിന്നെന്താ ചോദിച്ചപ്പോ കണ്ണിൽ റെറ്റിന ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കണ്ണിലിപ്പോ ചിലപ്പോ കണ്ണുനീരുണ്ട് എന്ന് കൂടി പറയും. അങ്ങനെ എത്ര തവണ ഞാൻ ചോദിച്ചാലും കണ്ണിൽ ഐറിസ് ഉണ്ടെന്ന് സാരംഗിയുടെ വാഗോണ്ട് സാരംഗി പറയില്ല. കാരണം ലോകം ചർച്ച ചെയ്യുന്ന ഐറിസ് വാൻ ഹെപ്പാരൻ എന്നത് 3D സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച്, വൺ ഹൂ ഈസ് ഫോർ ചേഞ്ചസ് എന്ന് ലോകം വാഴ്ത്തുന്ന വർത്തമാനകാല ഡിസൈനിങ് ഇൻഡസ്ട്രിയിലെ, ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനമായ ഹാർട്ടെ കോഷയിലെ പ്രധാനപ്പെട്ട തിളങ്ങുന്ന താരത്തെക്കുറിച്ച് എനിക്ക് സൂചന തരാൻ ഐറിസിന്റെ പേര് താങ്കൾ പറയില്ല. സൂചന ഇല്ലാണ്ട് സാറിന് കിട്ടിയല്ലോ. സോ ഇറ്റ്സ് ഷീ, ഐറിസ് വാൻ ഹെപ്പാരൻ. കറക്റ്റ്? യെസ്. ഫാഷനോട് കമ്പുണ്ട്. ഉണ്ട്, ചെറുതായിട്ട്. എല്ലാത്തിലും ഒരു ചെറിയ ചെറിയ. സബ്യസാചി മുഖർജിയോട്
ഉണ്ട്, ഇഷ്ടമുണ്ട്. ദ കൊൽക്കത്ത നെക്ലേസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പീസാണ്. ഐറിസ് വാൻ ഹെർപ്പൻ, ഡച്ച് ഫാഷൻ ഡിസൈനർ. പരമ്പരാഗത ശൈലിക്കൊപ്പം സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ഡിസൈനുകൾ ഒരുക്കിയതിലൂടെ പ്രശസ്തി ആർജിച്ചു. പാരീസ് ഫാഷൻ വീക്കിൽ വാൻ ഹെർപ്പന്റെ പുതിയ ശേഖരങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐറിസ് ഹെർപ്പന്റെ സൃഷ്ടികൾ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട്, വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം, ന്യൂയോർക്കിലെ കൂപ്പർ ഹെവിറ്റ് മ്യൂസിയം, പാരീസിലെ പലായ് ഡി ടോക്കിയോ എന്നിവിടങ്ങളിൽ നിരവധി നിരൂപക പ്രശംസകൾ നേടിക്കൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സബ്യസാചി മുഖർജിയെയും ഐറിസ് വാൻ ഹെപ്പാരിനെയും ഒക്കെ ഇഷ്ടമാകുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് പിയറി കാർഡിനൊക്കെ ആയിരുന്നു ഫാഷൻ്റെ രാജാക്കന്മാരായിരുന്നത്. പക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലോകം അല്ലാതെ കണ്ട് വളരുന്നു. നമ്മുടെ ഈ ചെറിയ കുഗ്രാമങ്ങൾ പോലും എന്താ പറയുക, ഈ പേ ആപ്പുകൾ നിറയുന്നു. ചെറിയ ചായക്കടകളിൽ പോലും പേ ആപ്പുകൾ നിറയുന്നു. ബട്ട് വെൻ യു സ്പീക്ക് അബൌട്ട് ഫാഷൻ, അത് നെതർലാൻഡ്സിൽ നിന്നായ യുടെയും ഒക്കെ ഫൗണ്ടേഷനുകളിലേക്ക്, ലീഗുകളിലേക്ക് ലോകത്തിൻ്റെ ഫാഷൻ ഭ്രമം വല്ലാതെ കണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പഴയതുപോലെ തന്നെ ഏകപക്ഷീയമായ പാരീസ് തിളക്കത്തിൽ ഫാഷൻ ലോകം അതിൻ്റെ ആധിപത്യവും അതിൻ്റെ ഒറ്റ കിരീടവും കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഫാഷൻ എന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് അത്രേ. സ്റ്റൈൽ ഈസ് നത്തിങ് ബട്ട് എ സിഗ്നേച്ചർ. ഓരോ മനുഷ്യൻ്റെയും അടയാളം, ഓരോ മനുഷ്യൻ്റെയും കയ്യൊപ്പാണ് അവൻ്റെ ഫാഷൻ. കുട്ടനാട്ടിലെ കർഷകൻ്റെ ഫാഷൻ കനത്ത ചുമലിലുള്ള കലപ്പയുടെ കഴമ്പ് മാത്രമാകുന്നു. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in. പീയൂഷ് ഉണ്ണിയും പീയൂഷ് ഉണ്ണി അല്ലല്ലോ, ശ്രീപദല്ലേ, അധ്യാപകരുടെ മകനാ. എൻ്റെ പ്രത്യേക സ്നേഹം. ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഞാനാണ്. അതാണ് ഏഷ്യൻ നോ പുരുഷൻ നോ. ശ്രീപദ മോനെ, ഇത് അച്ഛൻ പഠിപ്പിച്ചു തന്നാണോ ഈ പേര്? ഈ പേര് എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തത്. എല്ലാ ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേയും. അയ്യോ, അത് വലിയ സംഭവമല്ലേ മോനെ? അതിഗംഭീരം മോനെ. പാരാകെ പകലിരുവരും എഴുതിരികിടതിരിതരകളിൽ ഊരാകെ. Anisha Karun's costume and ornaments courtesy Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.